ബാക്കോട്ടെ ഇത് സാധാരണക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. ആലോചിക്കുന്നതേ ഇത് ഒരു മാസം മുമ്പ് കഴിയ ഗ്ലാസ് ആയിരിക്കും. നോക്കൂ, സീ ദ സൈഡ്സ്. പക്ഷെ ഈ വഴിയെ പോയി കുരയ്ക്കുന്ന നായ്ക്കൾക്ക് മറുപടി കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല. ചേട്ടാ, ബിരിയാണിയൊക്കെ ശോകമാണല്ലോ. ഹലോ, ആയ മുകേഷ് യാദവ് മാധവ്. അങ്ങനെ മൃണാൽ മാവൻ്റെ ഈച്ച ബിരിയാണിക്ക് ശേഷം അടുത്ത ബിരിയാണി വന്നിരിക്കുകയാണ്. അതായത് പുഴു ബിരിയാണി. ഒരുപക്ഷെ പലരും ചിന്തിക്കാം ഇത് ഒറിജിനൽ ആണോ എന്ന്. ഒറിജിനൽ ആണെന്ന് പറഞ്ഞാൽ തനി തങ്കം, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ജീവനുള്ള പുഴുക്കളെയാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഒരുപക്ഷെ അദ്ദേഹം അതിനൊന്നും ഒരു കോംപ്രമൈസും കാണിക്കത്തില്ല. ആ രീതിയിലുള്ള ഹൈ ക്വാളിറ്റി പുഴുവിനെയാണ് അദ്ദേഹം ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ വില അല്പം കൂടിയാൽ തന്നെയും ആ പുഴുക്കളുടെ സൗന്ദര്യം, നല്ല വെളുത്ത കുഞ്ഞു പുഴുക്കൾ. ഒരുപക്ഷെ പലരും ഇങ്ങനെയുള്ള പുഴുക്കളെ കണ്ടിട്ടില്ലായിരിക്കാം. കാരണം ഇദ്ദേഹം 7 വർഷമായി റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയ പുഴുക്കളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി കൂടും, ഹൈജീൻ, അതൊക്കെ ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മൃണാൽ മാമൻ്റെ റെസ്റ്റോറൻറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പുതിയ പുഴുപരിപാടി കാണാത്തവർക്ക് ഒന്ന് കണ്ടു നോക്കാം. ബാക്കോട്ടെ ഈ വീഡിയോ കണ്ടിട്ട് തോന്നാം ഇത് ഒറിജിനൽ ആയിട്ടുള്ള സംഭവമാണോ എന്ന്. ഇത് ഇദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റ് തന്നെ ആണോ എന്ന് പലരും സംശയിച്ചേക്കാം. എന്നാൽ ആണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ആ ഭക്ഷണം കഴിച്ചവർക്ക് ഈ മൃണാലിനെ കുറിച്ച് അത്ര വലിയ കാഴ്ചപ്പാടൊന്നും ഇല്ലായിരുന്നു. എന്നാലും മൃണാലിൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഇത് കഴിച്ചതെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവരതിൻ്റെ തെളിവുകളും ഇതിനോടൊപ്പം വിടുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ആലോചിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ട ഹോട്ടലുകളിലെല്ലാം പോയി റിവ്യൂ പറഞ്ഞ് അവിടെയുള്ള ഓരോന്നും ചിതഞ്ഞ് പരിശോധിച്ച് പല ഹോട്ടലുകളും പൂട്ടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തി, അതും വൃത്തിക്ക് അമിതമായിട്ടുള്ള പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഈ കാഴ്ച കണ്ടത്. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കാൻ ചെന്നാലും അദ്ദേഹം പറയുന്നത് എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ ബിരിയാണി വിറ്റ് പോകുന്നത് എൻ്റെ റെസ്റ്റോറൻറ്റിലാണ്. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. ആ പുഴുവിനെ ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. 7 വർഷത്തെ എൻ്റെ റിസർച്ചാണ്. കോടികൾ ചിലവാക്കിയാണ് ഇവിടുത്തെ ഹൈജീൻ നടത്തുന്നത്. അതിനൊരു വലിയ ആളുകൾ തന്നെ അവിടെ ഉണ്ട്. അവരറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. ഇത് പുഴുവല്ല, ഇത് പ്രത്യേകതരം രീതിയിൽ ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വരുമായിരിക്കും. അപ്പോഴും ഈ കസ്റ്റമറിന് ഒരു വിലയും നൽകാത്ത രീതിയിലായിരിക്കും ഇദ്ദേഹം സംസാരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഇതിനു മുമ്പും നടന്നിട്ടുള്ളത്. അന്ന് ബിരിയാണിക്കകത്ത് ഈച്ചയായിരുന്നെങ്കിൽ ഇന്ന് ഈ ഭക്ഷണത്തിനകത്ത് പുഴുവിനെയാണ് നമ്മൾ കണ്ടത്. അത് ഏത് തരത്തിൽ വളച്ചൊടിച്ച് പറയാമെന്നുള്ളതായിരിക്കും ഇപ്പോൾ ആലോചിക്കുന്നത്. കാരണം ഇതിനു മുമ്പുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ ആയിരുന്നു. ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ആളുകളെ മണ്ടന്മാരാക്കുന്ന രീതിയിലുള്ള ആൻസറാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ഇദ്ദേഹം ഇതിൻ്റെ പണ്ഡിതനാണെന്നാണ്. മറ്റുള്ളവരെല്ലാം താൻ പറയുന്നത് കേട്ട് അതനുസരിച്ച് കഴിച്ചോണം. ആ രീതിയിലാണ് പല കാര്യങ്ങളും ഇദ്ദേഹം പറയുന്നത്. സ്ട്രോയ്ക്ക് 1 രൂപ അധികം വാങ്ങുന്നത് പോലെ വിത്തൗട്ട് ഷുഗർ ഡ്രിങ്ക്സ് വാങ്ങുമ്പോൾ വില കുറച്ച് കൊടുക്കണ്ടേ? വിത്തൗട്ട് ഷുഗർ ഡ്രിങ്ക്സ് വാങ്ങുമ്പോൾ ഞങ്ങളുടെ പണി കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ വില കൂടുതലാണ് ടെക്നിക്കലി തരേണ്ടത്. അതെ, ഇദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. കൺസെപ്റ്റ് ഓക്കെ തന്നെയാണെന്നാണ് പറയുന്നത്. പക്ഷെ കൺസെപ്റ്റിൻ്റെ പല കാര്യങ്ങളും എല്ലാ ഭക്ഷണത്തിലും ഉൾപ്പെടുത്തത്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചായ കുടിക്കുകയാണെങ്കിൽ ഷുഗർ വേണ്ടാത്തവർക്ക് അതിൻ്റെ പൈസ കുറച്ച് കൊടുക്കേണ്ടതല്ലേ? അവിടെയാണ് ഇദ്ദേഹം ഇങ്ങനൊരു മുടന്തൻ ന്യായം പറയുന്നത്. അതായത് അങ്ങനെ ചെയ്യുന്നത് അധിക എക്സ്പെൻസ് ആവുമെന്ന്. ഇത് കേട്ടാൽ തോന്നും ചായക്കകത്തുനിന്ന് ഷുഗർ വേർതിരിച്ചെടുക്കാൻ വേണ്ടി പല പ്രോസസ്സ് ചെയ്യേണ്ടി വരും എന്ന തരത്തിലാണ് ഇദ്ദേഹം പറയുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് ഇല്ല. ഇവിടെ കസ്റ്റമർ ചോദിച്ചത് ഒരു കാര്യമല്ലേ, ഷുഗർ വേണ്ടാത്തവർക്ക് എന്തിനാണ് ഷുഗറിൻ്റെ പൈസ ആഡ് ചെയ്യുന്നത്? അത് കുറച്ച് കൊടുത്തൂടെ? അത് നടക്കത്തില്ല. അതിന് വേറെ വേറെ ന്യായങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. അതും കൂടെ കേട്ട് നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് സാധാരണക്കാർക്കുള്ള റെസ്റ്റോറൻ്റ് അല്ല എന്ന്. ഇത് മൃണാൽ മാവൻ്റെ ബിസിനസ് വളർത്താൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. ഒരു തട്ടിക്കൂട്ട് പരിപാടികൾ. കാരണം ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കൺസെപ്റ്റ് വെച്ചിട്ട് അതിൻ്റെ പിന്നിൽ ദൂർത്തടി. എന്തായാലും മൃണാൽ മാവൻ്റെ റിപ്ലൈ ഒന്ന് കേൾക്കണം. സ്ട്രോ എന്ന് പറയുന്നത് ഞങ്ങൾ വില കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനമാണ്. ഷുഗർ എന്ന് പറയുന്നത് അഗെയിൻ ഞങ്ങൾ വില കൊടുത്ത് വാങ്ങുന്ന സാധനം തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങളത് ഇൻസ്ട്രക്ട് ചെയ്യണം. ആ ഇൻസ്ട്രക്ഷൻ ആ ബില്ലിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഒരാളുടെ ജോലി കൂടുകയാണ്, സമയം കൂടുകയാണ്. അതെ, പൈസ കുറച്ച് കൊടുക്കുന്നതിനെല്ലാം ബില്ല് ചെയ്യണം, അതിനൊരാളുടെ സഹായം വേണം, അതൊരു ഓവറായിട്ടുള്ള എക്സ്പെൻസാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ സ്ട്രോയുടെയൊക്കെ പൈസ ആഡ് ചെയ്യുന്നതിന് അവിടെ ബില്ലിങ്ങിൻ്റെ ഒന്നും പ്രശ്നമില്ല. അവിടെ അതങ്ങ് ആഡായിക്കോളും. ഇവിടെ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ മണ്ടത്തരങ്ങൾ ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. ഇദ്ദേഹം പറയുന്നത് മണ്ടത്തരമാണെന്ന്.
ഇല്ലെങ്കിൽ ഇദ്ദേഹം വിചാരിക്കുന്നത് ഇതെല്ലാം ജനങ്ങളങ്ങ് വിശ്വസിക്കുമെന്നാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു മനുഷ്യൻ്റെ ഇത്രയും വലിയ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് തോന്നുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇങ്ങനെ താഴോട്ട് പോകാനുള്ള കാരണം. ഒരുപക്ഷെ കൺസെപ്റ്റ് നല്ലതായിരുന്നു. ഈ മാമൻ വാ തുറക്കാതിരുന്നായിരുന്നെങ്കിൽ ഇത് ഇത്രയും പുലിവാല് പിടിക്കത്തില്ലായിരുന്നു. ഈ മാമൻ്റെ വാ കൊണ്ടാണ് ഇത്രയും ചീത്തപ്പേര് പുറത്തു വന്നത്. കാരണം ആളുകൾ തെരഞ്ഞു പിടിച്ച് ഓരോ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരികയാണ്. അത് മാമൻ്റെ വായാണെന്നൊന്ന് ഓർക്കണം. കസ്റ്റമറെ പട്ടികളെ പോലെ കാണുന്നു. ഈച്ച വന്നാൽ അത് എൻ്റെ ഈച്ചയല്ല എന്ന് പറയുന്നു. ഇനി എവിടെ നിന്നെങ്കിലും ഇമ്പോർട്ട് ചെയ്തതാണെന്ന് പറയുമോ അതോ 7 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഫ്രീ ആയിട്ട് തന്നതാണെന്നോ ഒക്കെ പറയുമായിരിക്കും. കാരണം മൃണാൽ മാമൻ ഇങ്ങനെയൊക്കെ പറയുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം കേൾക്കേണ്ടതും നമ്മൾ തന്നെയാണ്. ഇത് പിന്നീട് ചില കഞ്ഞിക്കടകളിൽ ചെന്നിട്ട് കഞ്ഞി കുടിക്കുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരു ഒരു എ സി ഒക്കെ ഉള്ള റെസ്റ്റോറൻറ്റിൽ ഗംഭീരമായിട്ടിരുന്നിട്ട് കഞ്ഞി കുടിക്കാൻ പറ്റുന്നത്. അപ്പോൾ അന്ന് അതെ, എന്ത് നല്ല ആചാരങ്ങൾ. AC ഇട്ട റെസ്റ്റോറൻറ്റിൽ കഞ്ഞിയെ കുടിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഈച്ചയെ കടിച്ചിരിക്കുന്നതും കുറച്ച് പുഴുവിൻ്റെ അച്ചാറും ഒക്കെ ആയിട്ട് എന്തൊരു സുഖം. അടിപൊളി, നല്ല വൈബ്, തണുത്ത കഞ്ഞി. ഇതൊക്കെ ആയിരിക്കും മൃണാൽ മാമൻ ഭാവിയിലേക്ക് കണ്ടുപിടിക്കുന്ന പുതിയ ഐറ്റംസ്. ചിലപ്പോൾ അന്ന് പറയും ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടുണ്ടാക്കിയ കഞ്ഞിയാണെന്ന് പറയും. ഈച്ച അടിച്ച് പുഴുവച്ചാർ നക്കി തിന്നുന്ന കഞ്ഞി. എന്ത് കൺസെപ്റ്റാണ് നോക്കണേ. ഇനിയിപ്പോൾ ചിലപ്പോൾ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഈച്ചയും പുഴു അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ല. അത് കണ്ടാലും ആരും അത്ഭുതപ്പെടേണ്ടതില്ല. ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റാണ്. നല്ല വലിയ ഇൻഫ്രാസ്ട്രക്ചർ കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട്, അതായത് ഹംഗ്രി മൃണാൽ എടപ്പള്ളി എന്ന് പറയുന്നത് 4 കോടി രൂപയോളം ചിലവാക്കി ഉണ്ടാക്കിയ റെസ്റ്റോറൻ്റാണ്. തൃപ്പൂണിത്തുറ റെസ്റ്റോറൻറ്റും അതുപോലെ കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഉണ്ടാക്കിയ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അത്രയും മുതൽ മുടക്കി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി ഹൈജീനിന് വേണ്ടിയിട്ടും സ്റ്റാഫ് വെൽഫെയറിന് വേണ്ടിയിട്ടും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പണം ചിലവാക്കി ഉള്ള, അതെ, ഹൈജീന് വേണ്ടിയിട്ടും അത്രയ്ക്ക് കോടികൾ ചിലവാക്കിയുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. പക്ഷേ ഇദ്ദേഹം ഈ കോടികളൊക്കെ ചിലവാക്കുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയം. മാമൻ ഇരുന്ന് തള്ളുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാമൻ നല്ല രീതിയിൽ തള്ളിയാണ് ഈ വിധത്തിലാക്കുന്നത്. ഇത്രയും കോടികൾ ചിലവാക്കിയിട്ടും പുഴുവിനെ ഈച്ചടിച്ചിരിക്കേണ്ട ഗതികേടാണല്ലോ എന്നോർക്കുമ്പോഴാണ് സങ്കടം തോന്നുന്നത്. കാരണം അത്രയ്ക്കുണ്ട് ഇദ്ദേഹത്തിന് എക്സ്പീരിയൻസ്. ഇനിയിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റിവ്യൂ കേട്ട് എല്ലാം കൂടെ ചാടി വന്നതാണോ എന്നും അറിയത്തില്ല. പല കൊച്ചു കടകളിലും പോയി നശിപ്പിച്ചിട്ടുള്ള വിവരമൊക്കെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്. എന്തായാലും അതിൻ്റെയൊക്കെ ഒരു തിരിച്ചടിയാണോ എന്നുകൂടി അറിയില്ല. അതുപോലെ തന്നെയാണ് മൃണാൽ മാമൻ്റെ പറച്ചിലും. ഇവിടെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കടയൊന്നും പൂട്ടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇദ്ദേഹം നല്ല രീതിയിൽ നടത്തുകയാണെങ്കിൽ ആ റെസ്റ്റോറൻറ്റ് നല്ല രീതിയിൽ പോകണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത്രയും ഹൈജീനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഭക്ഷണത്തിൽ നിന്ന് പുഴുവിനെ കിട്ടുമ്പോഴും ഈച്ച അടിച്ചിരുന്ന് കഴിക്കേണ്ട അവസ്ഥയും അതും ചൂടും ഇല്ലാതെ കഴിക്കേണ്ട അവസ്ഥയൊക്കെ വരുമ്പോൾ എന്താണ് പറയേണ്ടത്? ഇദ്ദേഹത്തിന് എന്തിനാണ് എക്സ്പീരിയൻസ് ഉള്ളത്? വാചകം അടിച്ച് മയക്കെടുക്കുന്നതിലായിരിക്കും ഇദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ റെസ്റ്റോറൻറ്റിന് ഈ ഗതി വന്നത്. റെസ്റ്റോറൻറ്റുകൾക്ക് ഇൻഗ്രീഡിയൻ്റ് പ്രൈസസിൻ്റെ ഇതിനനുസരിച്ച് ഒരു കസ്റ്റമർക്കും കൂടെ ന്യായമാണെന്ന് തോന്നുന്ന ഒരു വിലയിൽ വിൽക്കുക എന്ന് പറയുന്നത് വളരെ ഇൻക്രീസിംഗ്ലി ഡിഫിക്കൽട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന സ്ഥലത്തിൻ്റെ ഹൈജീനിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്യണം. അത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, അത് കണ്ടിന്യൂ ചെയ്ത് പോകാനും. അത് നിങ്ങൾക്ക് റോഡ് സൈഡിൽ ഉള്ള സ്ഥലങ്ങളായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആൾക്കാരുടെ മുമ്പിൽ പരിഹാസ്യരാവുകയാണ്. അതൊക്കെ നിങ്ങളായിക്കോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നിങ്ങൾ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുമ്പോൾ, ഈ അരി വാങ്ങുമ്പോൾ അത് കൊള്ളാവുന്ന അരിയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങണം. കാരണം എല്ലാ അരിയും ഒന്നല്ല. അതെ, കൊള്ളാവുന്ന അരിയാണെന്ന് ഉറപ്പ് വരുത്തണം. ഇതൊക്കെ സ്വയം ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പങ്ങളൊന്നും വരുത്തില്ലായിരുന്നു. ആദ്യം മാമൻ ചെയ്യേണ്ടത് ആ ഹൈജീനിന് കോടികൾ ചിലവാക്കിയത് അങ്ങ് കളയുക, ഇല്ലെങ്കിൽ അവരെ അങ്ങ് പിരിച്ചു വിടുക. എന്നിട്ട് അറിയാവുന്ന ആളുകളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. അല്ലാതെ ഒരു സൈഡിൽ കൂടെ ന്യായമടിയും മറു സൈഡിൽ കൂടി കസ്റ്റമറെ വലിപ്പിക്കുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ ന്യായം അടിക്കുന്ന സമയം കൊണ്ട് അവിടെ പോയി നോക്കിക്കണ്ടിരുന്നെങ്കിൽ ഈ കുഴപ്പങ്ങൾ വരത്തില്ലായിരുന്നല്ലോ. എനിക്ക് കുറ്റം മാത്രമല്ലേ പറയാൻ അറിയത്തുള്ളൂ, ചെയ്യാൻ അറിയത്തില്ലല്ലോ, ചെയ്ത് കാണിച്ചു കൊടുക്കാൻ അറിയില്ലല്ലോ, പറയുക മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല. അതാണ് ഇവിടെ കണ്ടുവരുന്നത്. എന്നാലും എന്റെ മൃണാലണ, ഇത് ഇത്തിരി കൂടിപ്പോയില്ലേ? ഈ ഒരു സ്നാക്സിന് ഗോളി ബജി എന്നാണ് പേര്. ഇതിന്റെ ഒരു കോമഡി കാണിച്ചതാ. ഇത് ഞാൻ പണ്ട് ഇവിടെ വന്നിട്ട് കുറെ പ്രാവശ്യം കഴിച്ചതാ. അപ്പൊ റെസ്റ്റോറന്റ് ആയപ്പോ ഇതിന്റെ കൂടെ ഈ ചട്നിക്ക് 8 രൂപ വേറെ. ഇത് പണ്ട് ഇവിടെ ഇതിന്റെ കൂടെ ഫ്രീ കൊടുത്തോണ്ടിരുന്നതാ. ഓക്കെ, സ്നാക്സ് ചട്നി 8 രൂപ. ഈ ചട്നിക്ക് 8 രൂപ ഗൈസ്, 8 രൂപ. നമ്മുടെ എടപ്പള്ളിയിലുള്ള ഹംഗ്രി മൃണാലിനാണ് കേട്ടോ ഇപ്പൊ ഉള്ളത്. ഞാൻ ഇവരെ റെസ്റ്റോറന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ചായ കുടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കില് ഞാൻ ഈ സ്നാക്സ് വാങ്ങിയപ്പോ ആ സ്നാക്സിനോട് കൂടെയുള്ള ഈ ഒരു ചട്നിക്ക് 8 രൂപ വാങ്ങുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. സ്നാക്സിന്റെ കൂടെയുള്ള ചട്നിക്കും പൈസ വാങ്ങുക പറയുന്നത് എനിക്ക് ഇത്തിരി ഓവറായിട്ട് തോന്നി. സാധാരണക്കാരൻ ഉണ്ടാക്കിയ റെസ്റ്റോറന്റ് ആണ് കേട്ടോ. എനിക്ക് ഒരു ചിക്കൻ കട്ടന്റിന് വെറും 25 രൂപ. അപ്പൊ ഈ എടപ്പള്ളിയിലുള്ള ഈ സാധാരണക്കാരുടെ റെസ്റ്റോറന്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ചെയ്ത്. പലരും ഈ ഒരു കൺസെപ്റ്റ് നല്ലതാണെന്ന് പറയുമായിരിക്കും. ഒരുപക്ഷെ മറ്റ് റെസ്റ്റോറൻറ്റും ഇതുപോലെ ഇങ്ങനെ ബില്ലടിക്കാൻ തുടങ്ങിയാൽ, അതായത് ചട്നിക്കും സാമ്പാറിനും ഒക്കെ ബില്ലടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ
സാധാരണക്കാരായ ജനങ്ങൾ വലഞ്ഞു പോകത്തതേ ഉള്ളൂ. ഇവിടെ റെസ്റ്റോറൻറ്റുകളെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സാധനമായിരുന്നു ചട്നി. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ കൺസെപ്റ്റ് കാരണം ഇതിനും പൈസ ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ക്വാണ്ടിറ്റിയോ കുറച്ച് മാത്രം കൊടുക്കും. കാരണം വീണ്ടും മേടിക്കട്ടെ, അതിനും ഒരു 8 രൂപ കൊടുത്താൽ മതി. എന്താ കൺസെപ്റ്റൊക്കെ നല്ലതായിരുന്നു. പക്ഷേ മൃണാലമാവൻ കാണിക്കുന്ന ഈ പരിപാടിയാണ് ഒക്കാത്തത്. കാരണം ക്വാണ്ടിറ്റി കുറച്ച് പൈസ ഈടാക്കുന്ന ഈ സിസ്റ്റം അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അതാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് വലിയ വായിൽ നിന്ന് വർത്തമാനം അടിക്കും. സാധാരണക്കാരായ ജനങ്ങൾക്കുള്ളതാണ്, എൻ്റെ ഭക്ഷണം സാധാരണക്കാരായ ജനങ്ങൾ കഴിച്ചാൽ മതി, അങ്ങനെയൊക്കെ ഇരുന്ന് ന്യായം അടിക്കും. അവിടെ ചെല്ലുമ്പോഴോ ചട്നിക്കും പൈസ, ഈച്ചയും പുഴുവും. ഇത് തന്നെ ആളുകൾ പറയുന്നത്. എന്തായാലും ഇനി വടക്കകത്തുള്ള തുളയ്ക്കും കൂടെ കാശിടുമോ എന്ന് അറിയത്തില്ല. കാരണം അതും ഒരാൾ ചെയ്യേണ്ടതല്ലേ എന്ന് ഇദ്ദേഹം പറഞ്ഞു കളയും. നമസ്കാരം. ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. ബിരിയാണി പോരാ, പണ്ടത്തെ എത്ര പോലെ. എന്താ പ്രശ്നം? അതെനിക്കറിയില്ല. പണ്ടത്തെ ബിരിയാണി അതൊക്കെ ഒരു കാലം. നമ്മള് തുടങ്ങിയിട്ട് അത്രയല്ലേ ആയുള്ളൂ. അപ്പൊ പണ്ടത്തെ അല്ല, അതെനിക്കറിയില്ല. ബിരിയാണി പൊതുവെ പോരാന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. പരിപ്പുടയും പോരാ, പണ്ടത്തെ പരിപ്പുടിയായിരുന്നു പരിപ്പുട. ഈ ബിരിയാണി നമ്മൾ ഒരു ഓതന്റിക് റെസിപ്പി എടുത്ത് റെസിപ്പി കാർഡ് ഉണ്ടാക്കി പല ട്രയൽ നടത്തി അങ്ങനെ ഒരു ഇതെന്തിനു വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലായി കാണുമായിരിക്കും പലർക്കും. കാരണം കസ്റ്റമർ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ അവരെ ഊക്കാനുള്ള ഒരു സംഭവമാണിത്. കാരണം ആരും വന്ന് അഭിപ്രായം പറയില്ലേ, മൃണാലമാവൻ തരുന്നത് കഴിച്ചോണം, ആ രീതിയല്ലേ, ആ രീതിയാണ് ഇത് പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ പറഞ്ഞ് മറുപടി കൊടുക്കുക, അതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. എങ്ങനെ മാറ്റണ്ടേ അതെനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. 11 ലൈക്സ് ആണ് കിട്ടിയത്. അതിൽ 1 ലൈക്ക് എൻ്റെയാണ്. മോനെ, ഇത് 10,000 പേര് കഴിക്കുന്ന ബിരിയാണി അല്ലേ? ഇന്നും ഒരുപാട് പേര് കഴിച്ചില്ലേ? അപ്പൊ 11 പേർക്ക് വേണ്ടി 10,000 പേര് ഇഷ്ടപ്പെടുന്ന ബിരിയാണി മാറ്റാൻ പറ്റുമോ? എനിക്കറിയില്ലേ, പണ്ടത്തെ ബിരിയാണി ആക്കാൻ പറ്റും. എന്താ മാറ്റണ്ടേ? ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒന്നും മാറ്റേണ്ടി വരത്തില്ല, എല്ലാം തനിയെ അങ്ങ് മാറ്റിക്കോളും. ആ ഒരു സ്ഥിതി വരും. അതെ, പെപ്സിക്കൊന്നും പഴയ ടേസ്റ്റ് ഇല്ല. പണ്ടത്തെ പെപ്സി ആയിരുന്നു പെപ്സി. മോനെ, നീ ഒരു കാര്യം ചെയ്യും, നീ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. എന്നിട്ട് എത്ര ലൈക്ക് കിട്ടും നോക്കാം. ആ ലൈക്കിന്റെ ഡീറ്റെയിൽസും എല്ലാം വെച്ചിട്ട് ഞാൻ അവരോട് പറയാം. ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും കംപ്ലൈൻറ്റ് പറയത്തില്ലെന്ന് പറഞ്ഞായിരിക്കും ഈ മാമൻ അത് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടു കഴിയുമ്പോൾ കസ്റ്റമർ ഇനിയും കംപ്ലൈൻറ്റ് പറയും. അത് തെറ്റ് കണ്ടാൽ ചിലർ അങ്ങനെ നോക്കിയിരിക്കത്തൊന്നുമില്ല. എനിക്ക് തോന്നുന്നു പലരും പറയാത്തതായിരിക്കും പല കാര്യങ്ങളും. ഇതിനകത്ത് കുറച്ച് പേരൊക്കെയാണ് പ്രതികരിക്കുന്നത്. അതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ആഹാരം കഴിക്കാൻ പോലും തോന്നില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ പോയി ആഹാരം കഴിക്കുകയാണെങ്കിൽ കൈ കഴുകുന്ന വെള്ളത്തിനും അതുപോലെ തന്നെ പ്ലേറ്റിനും ഇരിക്കാനുള്ള കസേരയ്ക്കും എല്ലാം ഇദ്ദേഹം പൈസ ഈടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെയർ വേണ്ടാത്തവർക്ക് ഉപയോഗിക്കേണ്ട, തറയിൽ നിന്ന് കഴിക്കാം. ചെയർ വേണ്ടുന്നവർക്ക് കാശ് കൊടുത്ത് വാങ്ങാം. അതുപോലെ തന്നെ കൈ കഴുകാത്തവർക്ക് പൈസ അടയ്ക്കണ്ട, ഷർട്ടിൽ തുടച്ചാൽ മതി. പപ്പടത്തിന് നമ്മൾ 7 രൂപ കൊടുക്കുന്നുണ്ട്. 7 രൂപ കൊടുക്കുമ്പോൾ പപ്പടം നമുക്ക് ലൈവായിട്ട് ഫ്രൈ ആയി ക്രിസ്പി ആയിട്ട് തന്നാൽ ഇറ്റ്സ് ഗുഡ്. മനസ്സിലായി? നമുക്ക് മറ്റേതൊക്കെ എല്ലാ സാധനം വാങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന പപ്പടം നമ്മൾ ചൂടുണ്ടോ ക്രിസ്പി ആണോ ഒന്നും നോക്കാറില്ല. എന്നാലും തണുത്ത് പോയാൽ പപ്പടം നമ്മൾ പറയാറുണ്ട്. ഇത് 7 രൂപ കൊടുത്ത് എക്സ്ട്രാ പപ്പടം വാങ്ങുമ്പോൾ അത് തണുത്തിരുന്നാൽ അതത്ര എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. നമുക്ക് ആർക്കും പപ്പടത്തിൻ്റെ കേസിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ ആ കാര്യം നമ്മളവിടെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. പപ്പടം ഡിസാസ്റ്ററാണ്. പുതിന ചമ്മന്തി അതിന് 1-ന് 10 രൂപയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 10 രൂപയ്ക്കുള്ള ക്വാണ്ടിറ്റി പുതിന ചമ്മന്തി ഇല്ല. പല ആളുകളും പല വീഡിയോകളാണ് ഇടുന്നത്. ഇവിടെ ആലോചിക്കേണ്ടത് ഈ റെസ്റ്റോറൻറ്റിനെ നശിപ്പിക്കാൻ വേണ്ടിയല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അതിൽ ആ പറ്റിപ്പോയ തെറ്റുകളൊന്ന് മാറ്റാൻ വേണ്ടിയാണ് ഈ കസ്റ്റമർ തന്നെ പറയുന്നത്, എല്ലാവരും പറയുന്നത്. പക്ഷേ ഇദ്ദേഹം ഏതോ ശത്രുവിനെ പോലെ അത് മാറ്റത്തില്ല, അതെല്ലാം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച സാധനങ്ങളാണ്, പുഴുവരെ റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ്, ഈച്ചകൾ എൻ്റെ അല്ല എന്നൊക്കെയുള്ള മുടന്തൻ ന്യായങ്ങൾ പറയുമ്പോൾ പലരും വീണ്ടും പ്രതികരിക്കും. അതൊരിക്കലും റെസ്റ്റോറൻറ്റ് നശിപ്പിക്കാൻ വേണ്ടിയല്ല, അത് നന്നായിട്ട് വരുമ്പോൾ കസ്റ്റമർക്ക് വിശ്വസിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയും, അതിനുവേണ്ടി പറയുന്നതാണ്, അല്ലാതെ പൂട്ടിക്കണം എന്ന് വിചാരിച്ച് പറയുന്നതല്ല. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ. എനിക്ക് ഇന്ന് ഹംഗ്രി മൃണാലിന് കഴിച്ചതിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെടാത്ത ഡിഷ് ചിക്കൻ ഫ്രൈ ആണ്. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് പുതിന ചമ്മന്തി. ബിരിയാണീൻ്റെ ഒപ്പം കോഴിക്കോട് അധികം റെസ്റ്റോറൻറ്റ്സിലും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വാരിക്കോരി ഇട്ടിരുന്ന സാധനമാണ് പുതിന ചമ്മന്തി. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഭക്ഷണം ആവറേജ് ആയിരിക്കും, പക്ഷെ വൃത്തി ലേശം ഇല്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കോടിക്കണക്കിന് രൂപ വെറുതെ പോവുകയാണോ അതോ അതിനുവേണ്ടി സ്പെഷ്യലായിട്ടുള്ള ആളുകളുണ്ടോ ഒന്നും അറിയില്ല. ഒന്നുകിൽ കള്ളം പറയുന്നു, ഇല്ലെങ്കിൽ അവന്മാർ പൈസ മുക്കുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും മൃണാൽ മാമൻ ഗൗരവത്തിലെടുത്തില്ലെങ്കിൽ ഇത് എങ്കയോ പോകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിലേക്ക് തന്നെയാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സീസൺ 1 ഈച്ച ബിരിയാണി ആണെങ്കിൽ സീസൺ 2 വന്നു. ഇനി അടുത്ത സീസൺ 3 എപ്പോൾ വരുമെന്ന് അറിയില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ സീസൺ 3യും പ്രതീക്ഷിക്കാതെ വരുന്നതായിരിക്കും. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ.
റെസ്റ്റോറൻറ്റ് നല്ല രീതിയിൽ പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് തീർക്കുക. ഒരു സ്ഥാപനവും മുടങ്ങിപ്പോകരുത്. അതുകൊണ്ട് തന്നെ സ്ഥാപനം ഇനിയെങ്കിലും നല്ല രീതിയിൽ വരട്ടെ. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു. അഭിഷേക്, ഹായ് മൃണാൾ, ഡു യു തിങ്ക് ദ വ്ലോഗേഴ്സ് മേക്കിംഗ് ഇമ്പാക്ട് ഓൺ സെയിൽസ്? ഞങ്ങളുടെ സെയിൽസിലോ അതിന് മാത്രം ഉണ്ട് ഇതൊക്കെ. സോഷ്യൽ മീഡിയ വഴിയുള്ള ഡിഗിങ്ങിൽ എനിക്ക് താല്പര്യമില്ല. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഭീകര സക്സസ് ആണ് ഈ റെസ്റ്റോറന്റ്.